നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്രോഗ്രാം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നടത്തിയ പരീക്ഷയിൽ 300-298 മാർക്ക് വാങ്ങി 2ാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീമതി കുഞ്ഞുലക്ഷ്മി ടീച്ചർക്ക് നാട്ടുവിശേഷത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. വരൂ ടീച്ചർ. ഓക്കെ. നമസ്കാരം ടീച്ചർ. നമസ്കാരം ടീച്ചർ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലെ കൃത്യനിർവഹണത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളൊക്കെ സ്വസ്ഥമായിട്ട് ഒരു വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറി ചിന്തിക്കുന്നിടത്താണ് കുഞ്ഞുലക്ഷ്മി ടീച്ചർ വ്യത്യസ്തയാവുന്നത്. എന്താണ് ടീച്ചർ ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഉണ്ടായ ഒരു പ്രചോദനം എന്താണ്? പറയൂ. അതായത് റിട്ടയർ ചെയ്യുന്നത് വരെയും ഞാൻ നല്ല കർമ്മപഥത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ അധ്യാപനം അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹോബികൾ കൂടെയുണ്ട്. അപ്പോൾ ആ ഹോബികൾ പോരാത്തത് കൊണ്ട് എനിക്ക് വീണ്ടും പഠിക്കണം എന്നൊരു തോന്നൽ വന്നു. അപ്പോഴെ സമയം കുറച്ചുകൂടി രാത്രിയൊക്കെ ആകുമ്പോൾ സമയം ഫ്രീ ആയി കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് ഓൺലൈനിലൂടെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നു. അപ്പോൾ ഈ കിട്ടിയ 33 വർഷത്തെ സർവീസിനിടയിൽ ഒരുപാട് കുട്ടികളെ കണ്ടതും പരിചയപ്പെട്ടതും അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച ഒരാളാണ്. കൂടാതെ AU ആയിട്ടുള്ള സർവീസിലും ഒരുപാട് 88ഓളം സ്കൂളുകളിൽ പോയിട്ട് അധ്യാപകരെയൊക്കെ കണ്ടതും കേട്ടതും ഡയറക്റ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും അധ്യാപകരും നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ അന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നടത്താൻ ഈ ഒരു കോഴ്സ് കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നി. കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അപ്പോൾ ഈ പ്രയാസങ്ങളിൽ നിന്ന് അവരെ ഒന്ന് വിമുക്തമാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സിലേക്ക് വന്നത്. കാരണം നമ്മുടെ ഇടയിൽ ഒരുപാട് അഡോളസെന്റ് കുട്ടികൾ ഇപ്പോൾ ഇന്ന് ഒരു ചെറിയ പ്രശ്നം പോലും താങ്ങാനാവാതെ ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കറക്റ്റ് ടൈമിൽ ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ നമുക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കും. ടീച്ചർ അത് പറഞ്ഞപ്പോഴാണ് എന്താണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ സാധാരണ, കാരണം നമ്മൾ ഇഷ്ടംപോലെ സൂയിസൈഡ് ഉള്ള കുട്ടികൾ, അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് കാണാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് എന്താണ് വിദ്യാഭ്യാസ നയത്തിൽ, അല്ലെങ്കിൽ എന്താണ് ടീച്ചറുടെ ഒരു അഭിപ്രായത്തിൽ, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർ എന്താണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അങ്ങനെ ഒരു പ്രധാന കാരണമായി ടീച്ചർ കാണുന്നത്? ഞാൻ കാണുന്നത് പ്രധാനമായിട്ട് പണ്ടൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് മോറൽ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഒരു 5 മിനിറ്റൊക്കെ ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, എങ്ങനെയൊക്കെ ആയിരിക്കണം, രക്ഷിതാക്കൾ എങ്ങനെ ആയിരിക്കണം, കുട്ടികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ചെറിയ മോറൽ സപ്പോർട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ് എപ്പോഴും കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വളരെ തിരക്ക് പിടിച്ചൊരു യാത്രയാണ് സ്കൂളുകളിലെ അധ്യാപകരും നേരിടുന്നത്. അപ്പോൾ ഈ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണ്ടത്തേനേക്കാൾ കൂടുതൽ വർക്കുകൾ അധ്യാപകർക്ക് വന്നു. പണ്ട് പഠിപ്പിക്കൽ മാത്രമായിരുന്നു വർക്കുകൾ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ വർക്കുകൾ അവർക്ക് പ്രാക്ടിക്കൽ പല രീതിയിലുള്ള വർക്കുകളൊക്കെ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുമ്പോൾ അതൊക്കെ അവർ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ അവരും എന്ത് ചെയ്യും, ഈ കിട്ടിയ സമയത്തിനുള്ളിൽ എന്താണ് അവരുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കുറച്ചൊരു മോറൽ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാനുള്ള സമയം തികയാതെ വരും. പണ്ട് ഇത്രയൊന്നും അധ്യാപകർക്ക് വർക്ക് ലോഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, AEO ആയിട്ട് റിട്ടയർഡ് ആയതാണല്ലോ ടീച്ചർ. അപ്പോൾ ഈ AEO എന്നുള്ള നിലയ്ക്ക് ഈ ടീച്ചേഴ്സിന്, അല്ലെങ്കിൽ എങ്ങനെ ടീച്ചേഴ്സിന് ഒരു സപ്പോർട്ട്, എങ്ങനെ അവരുടെ ഒരു ഇത് ലഘൂകരിക്കാം, അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ പറ്റും. എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ഈ 10 to 5 എന്നുള്ള ആ ഒരു സർക്കിളിൽ നിൽക്കാതെ അതിനു മുൻപ് ഒരു 9 മണി തൊട്ട് 10 മണി വരെ നമ്മളെ കൊണ്ട് കുട്ടികളെ, അക്ഷരം അറിയാത്ത കുട്ടികൾക്ക് എക്സ്ട്രാ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് റീഡിംഗ് കോർണർ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ നമ്മുടെ ഒരു മേൽനോട്ടത്തിൽ വായിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അധ്യാപകർ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. നല്ലതാ. പിന്നെ രക്ഷിതാക്കളുടെ അമ്മ വായന എന്ന് പറയുന്ന കോർണർ. അപ്പൊ രക്ഷിതാക്കൾ വായിക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ വന്നിട്ട് വായിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് വായിക്കാൻ പ്രചോദനം. പിന്നെ വായിക്കാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അമ്മമാര് തന്നെ അവർക്ക് അവിടെ കുറച്ചു നേരം ഈ ടൈമിന്റെ മുമ്പിലും പിമ്പിലുമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതും വായിക്കാനുള്ളൊരു ത്വരയുണ്ടാവും. അതെ, സംഭവം ശരിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ രക്ഷിതാക്കള്
ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ കാര്യത്തിൽ രക്ഷിതാക്കളെ എത്രത്തോളം നമ്മൾ പ്രബോധനം കൊടുക്കണം, അതായത് എങ്ങനെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് അത് ഒരു ഘടകമാണല്ലോ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അത് ടീച്ചർ ഈ കോഴ്സ് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ അത് എങ്ങനെ അവർക്കത് എങ്ങനെ ഒരു ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? രക്ഷിതാക്കളെ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, രക്ഷിതാക്കൾ ഇപ്പോൾ പല രക്ഷിതാക്കളും തിരക്കാണ് അല്ലേ, തിരക്കോട് തിരക്കാണ്. ഞാനൊക്കെ ചെറുതാവുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ വൈകുന്നേരം വരുമ്പോൾ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സ്കൂളിൽ ഉണ്ടായത്, ഏതൊക്കെ പേപ്പർ കിട്ടി, ഏതൊക്കെ പരീക്ഷ കഴിഞ്ഞു, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു, ഏതൊക്കെ അധ്യാപകരെടുത്ത് അടി കിട്ടി എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് അതൊന്നും ചോദിക്കാനുള്ള സമയമില്ല. കാരണം അമ്മയും വർക്ക് ചെയ്യുന്നു, അച്ഛനും വർക്ക് ചെയ്യുന്നു. അവരവരുടെ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും കുട്ടികൾ ചിലപ്പോൾ വീടെത്തിയിട്ടുണ്ടാവും. അവർ വരുമ്പോൾ ക്ഷീണിച്ച് അവശരായിട്ട് വരും. കുട്ടികൾ മുകളിലേക്ക് കയറി പോവും. അവരുടെ ബുക്കുമായിട്ടോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടൊക്കെ അവർ ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അമ്മയുടെ പാട്ടിന് അമ്മ അടുക്കളയിലേക്ക് പോവും. അച്ഛൻ്റെ ജോലി തിരക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അച്ഛൻ പോവുക. അപ്പോൾ കുട്ടിയെ ഒന്ന് അടുത്തിരുത്തിയിട്ട് ഇന്ന് എന്തൊക്കെ സംഭവിച്ചു സ്കൂളിൽ, എന്തൊക്കെ ഇനി പഠിച്ചു എന്നൊക്കെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുട്ടി കുറച്ചും കൂടി ഡെവലപ്പായിട്ട് മുന്നോട്ട് പോയി. കമ്മ്യൂണിക്കേഷന്റെ നല്ല പ്രശ്നം രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുണ്ട്. കുട്ടികൾ അങ്ങോട്ട് പറയൂല്ല, കുട്ടികൾക്കും മടിയാണ്. എന്തൊക്കെ ആരിടുന്ന അടി കിട്ടിയെന്ന് പറയാൻ മടി. അടി ഇപ്പം ഇല്ലല്ലോ, അധ്യാപകർ അടിക്കാനും പാടില്ല. അപ്പൊ അതും കുട്ടികളും പറയുന്നില്ല. അപ്പൊ ഈ എന്താ പറയാ, ഒരു ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ് നമ്മുടെ തലമുറ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലും മൊബൈലിലൊക്കെ സൗഹൃദം തേടി പോകുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ യഥാർത്ഥ സൗഹൃദം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളായിട്ടായിരുന്നു കൂടുതൽ. അത് കഴിഞ്ഞിട്ട് അധ്യാപകർ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ രക്ഷിതാക്കളും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പല രക്ഷിതാക്കൾക്കും കുട്ടികളോട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഇപ്പം സമയമില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ടീച്ചറെടുത്ത് അങ്ങനത്തെ ഒരു ആൾ വരികയാണെങ്കിൽ ടീച്ചർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ചോദിച്ചാൽ, ആ രക്ഷിതാവിനെ നമ്മളെ കുട്ടിയില്ലാതെ ആദ്യം കാര്യങ്ങൾ പറഞ്ഞ ഒരു ചെറിയ കൗൺസിലിംഗ് രക്ഷിതാവിന് കൊടുക്കണം. നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും കുട്ടിയില്ലാതെ, മെഡിസിൻ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സൈക്കോ തെറാപ്പിസ്റ്റിനെ കഴിയുള്ളൂ. സൈക്കോ തെറാപ്പിസ്റ്റുമാരാണ് മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ കഴിയും. നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ഈ കുട്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട്, കുട്ടി ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, നല്ല രീതിയിൽ പോകുന്നുണ്ടോ അതോ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാവിനോട് പറയാം, നമുക്ക് ഡൈവേർട്ട് ചെയ്യുന്ന കുട്ടിയെ നേരെ നിർത്തണമെങ്കിൽ നിങ്ങൾ കൂടി ഇങ്ങനെയുള്ള റൂട്ടിലേക്ക് വരണം. ബിസി മാത്രം പോരാ, ജീവിക്കണമെങ്കിൽ നമുക്ക് കുട്ടികളെയും കൂടി നോക്കണം. പണം മാത്രമല്ലല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ചില കുട്ടികൾ ഇത് ഒന്നും പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ വരുമ്പോൾ അവര് ഒരുപാട് ഈ ഒരു നേർവഴിക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും കുട്ടികളെ നമ്മൾ ഈ ഇതുപോലെ ഇന്നതൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലക്ഷ്യബോധത്തിൽ എത്താൻ സാധിക്കുള്ളൂ. അവരെ വലിയൊരു ഘടകമാണ്. അതിപ്പോ ഈ സ്കൂളിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മളൊരു മോറൽ സയൻസ്, ഇപ്പൊ നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ മോറൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ തന്നെയുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനത്തെ ഒരു പേപ്പർ ഇല്ല, അത് എന്ന് പറയുന്ന ഒരു പേപ്പർ. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കുറെയൊക്കെ മൊറാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് അവിടെ നിന്നും കിട്ടും, വീട്ടിൽ നിന്നും കിട്ടിയാൽ ഒരു പരിധിവരെ അത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ പണ്ടൊക്കെ ഈ അയൽവാസികളുടെ ഇടപെടലുണ്ടായിരുന്നു. പിന്നെ വഴി തെറ്റി പോകുന്ന കുട്ടികളോട് ചോദിക്കും, നീ ഇപ്പൊ എവിടേക്കാ എന്താ പോണത്, നിന്നെപ്പോ ഞാൻ ഇവിടെ കണ്ടത്, ഇപ്പൊ നിന്റെ രക്ഷിതാക്കളോട് ഞാൻ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇടപെടല് നൈബേഴ്സിനുണ്ടായിരുന്നു. ഇപ്പൊ നൈബേഴ്സും അങ്ങനെ ഇടപെടില്ല. കാരണം നൈബേഴ്സ് ഇടപെട്ട കുട്ടികൾ വേണ്ട എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അവർക്കും അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് ഇല്ലാത്തൊരു ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും മറുപടിയില്ല. അപ്പൊ അതുകൊണ്ട് നൈബേഴ്സും ഇപ്പോ കുട്ടികൾ തോന്നിയ പോലെ നടക്കുമ്പോൾ ഇടപെടുന്നില്ല. അതും കുട്ടികൾക്ക് നല്ല വളം വെച്ച് കൊടുക്കുന്നുണ്ട്. പരിചയക്കാർ കണ്ടാൽ പോലും നമ്മളിപ്പോ എന്തിനാ അതിൽ ഇടപെടുന്നത്, ആ കുട്ടി ചിലപ്പോൾ വേണ്ട രീതിയിലല്ല പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ നാണം കെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അതും ഇല്ലാത്തൊരവസ്ഥയിൽ കുട്ടികൾക്ക് അങ്ങനെ പറവകളെ പോലെ പറക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഇപ്പൊ ടീച്ചർ പറഞ്ഞതിൽ തന്നെ ഞാൻ പറയാണ്, ഒരു കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ ഇങ്ങനെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള കുട്ടികളെ കാണുന്നത്. കാരണം നമ്മൾ അവരിങ്ങനെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ മാത്രം നോക്കിക്കൊണ്ട്, അപ്പോൾ ശരിക്കും അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ട് അല്ലേ? കേരളത്തിൽ പ്രത്യേകിച്ചും അതായിട്ടുണ്ട്. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ പറയാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ
എന്താണ് അതിനൊരു ഒരു കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് ഇങ്ങനത്തെ ഒരു കാര്യം എങ്ങനെ വേണം എന്നാണ്, ഇത് ചെയ്യണം, അത് ഇങ്ങനെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള കുട്ടികളെ ശരിക്കും കൊണ്ടുവരാനും എന്താണ് അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ? അതിലിപ്പോ പ്രധാനമായിട്ടും വായനയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വലിയ പോയിന്റ്. വായനയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ പിള്ളേർക്ക് ആർക്കും അറിയുന്നില്ല. ഈ വായനാ ദിനത്തിന് മാത്രമാണ് അവര് വായന എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നെ പേപ്പർ വായിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഓരോ ദിവസത്തെ പേപ്പറും ഞങ്ങൾ വായിച്ചിരുന്നു. ഇന്നത്തെ പേപ്പർ വായിക്കാത്തവൻ ഇന്നലത്തെ മനുഷ്യൻ എന്നാണ് ഞങ്ങളോട് അച്ഛനൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യനാവണമെങ്കിൽ ഇന്നത്തെ പേപ്പർ നോക്കി അപ് ടു ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് കുട്ടികൾ തൊടുന്നില്ല, ന്യൂസ് പേപ്പർ. പിന്നെ ബുക്കാണെങ്കിൽ പഠിക്കുന്ന ബുക്ക് മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ. ഒരു നോവൽ പുതുതായിട്ട് വായിക്കുന്നില്ല, ഒരു ചെറുകഥ വായിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്കഥകൾ വായിക്കുന്നില്ല. ഇതൊക്കെ വായിച്ചാൽ എന്തോ ഒരു എന്താ പറയുക, ഒരു ചെറിയ പ്രശ്നം പോലെയാണ് ഇപ്പോൾ അവർക്ക്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കഥ വായിക്കുക, ഞങ്ങളൊക്കെ അപ്പം തന്നെ മുതിർന്നില്ലോ എന്നുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെ വായനാശീലം കുറവ്. എക്സ്ട്രാ വായന വളർത്തിയാൽ, പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചാൽ ഒരു പരിധിവരെ ഈ മൊബൈൽ തോണ്ടൽ നിർത്താൻ സാധിക്കും. പക്ഷെ അതിൽ നിന്ന് കൊണ്ടുവരണം. പക്ഷെ ഇപ്പൊ പിള്ളേർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ സപ്പോർട്ടിന്, അപ്പൊ പിന്നെ എന്തിനാ ഈ ബുക്കിന്റെ കാര്യം എന്നാണ്. പക്ഷെ ബുക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങൾ എന്നും നമുക്ക് മെമ്മറിയിൽ നിൽക്കും. ഇത് നമ്മൾ കണ്ടു മറക്കലാണ്, അല്ലെങ്കിൽ വായിച്ചു മറക്കലാണ്. ഇതിലൂടെ വായിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ മൊബൈലിൽ കുറച്ചൊക്കെ നോക്കാറുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇതിലെന്തെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മെമ്മറിയിൽ നിൽക്കാൻ മറ്റേ ബുക്ക് വായനയുടെ അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ സ്കൂളിലുള്ള കൗൺസിലർമാരും പറഞ്ഞു കൊടുക്കണം, പിന്നെ അധ്യാപകരും പറഞ്ഞു കൊടുക്കണം. അതുപോലെ നമ്മളെ പോലെയുള്ള പുതുതായിട്ട് വരുന്ന കൗൺസിലേഴ്സിനും ഇതൊക്കെ ഒരു കുട്ടികൾക്കൊരു ഗൈഡൻസ് കൊടുത്താൽ കുറേയൊക്കെ സമൂഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കണ്ടു വളരണം. നല്ല നല്ല ബുക്ക് വായിച്ചിട്ടുള്ള മഹാന്മാരെയും മഹതികളെയൊക്കെ കണ്ടു വളരുക. അതെ, കുട്ടികളെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വലിയൊരു ചെറുപ്പത്തിൽ തന്നെ ബുക്കുകൾ ഇട്ട് കൊടുക്കണം വായിക്കാൻ. ബുക്കുകൾ ഇഷ്ടമുള്ള ബുക്കുകൾ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ വായിച്ച് ശീലിക്കണം. അപ്പോൾ ആ വായനയിൽ നിന്ന് അവർക്ക് നല്ല നല്ല ബുക്കുകളിലേക്ക് എത്താൻ സാധിക്കും. നമ്മളൊക്കെ കളിക്കുടുക്കയും തത്തമ്മയും ഇതൊക്കെ വായിച്ചിട്ടാണ്, പൂമ്പാറ്റ അതൊക്കെ ബാലരമ ഇതെല്ലാം വായിച്ചിട്ടാണ് നമ്മൾ മറ്റ് ബുക്കുകളിലേക്കൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ന് എന്താണ് വായിച്ചത്, അതിനെക്കുറിച്ചൊന്ന് എഴുതി വെക്കണം എന്ന് തോന്നും. അപ്പൊ അത് എഴുതി വെക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു ചെറുകഥയാവും, അല്ലെങ്കിൽ ഒരു കവിതയാവും. ഞാനൊക്കെ അങ്ങനെ എഴുതിയിട്ട് സമ്മാനം വായിച്ചിട്ടുണ്ട്. കവിത എഴുതും, അത്യാവശ്യം കഥയൊക്കെ എഴുതും, യാത്രാ വിവരണം എഴുതും. മനോരമയിലൊക്കെ വന്നിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മനോരമയിൽ ഞാൻ എഴുതിയിട്ടുള്ള മൂന്നാറിലെ യാത്രാ വിവരണം ട്രാവലോഗ് എന്ന് പറയുന്ന കോളത്തിൽ വന്നിട്ടുണ്ട്. ഒരു ശനിയാഴ്ചത്തെ കോളത്തിൽ വന്നു. പിന്നെ എന്താണ് ഇതിൽ നമ്മുടെ പച്ചില എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാഗസിൻ ഉണ്ട്, മലപ്പുറത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അതിലവരൊരു യാത്രാ വിവരണം കൊടുത്തു. പിന്നെ ചില ലേഖനങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലതുമായിട്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലുള്ള മാഗസിനിൽ എൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വന്നു. കഥയുടെ പേര് വിജയന്റെ വിജയഗാഥ. വിജയൻ യഥാർത്ഥത്തില് ഹസ്ബൻഡിന്റെ ഒക്കെ ഒരു കഥ തന്നെ ആയിരുന്നു. നമസ്കാരം സാറിന്. അപ്പൊ സാറ് പിന്നെ അപ്പൊ ടീച്ചറുടെ ഒരു മെയിൻ സപ്പോർട്ട് സാറാണ്. സാർ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത്. 2021 ഏപ്രിൽ റിട്ടയർ ചെയ്തു. അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ സർവീസ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ജേക്കബ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പാർട്ടിയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയുടെ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് നന്നാക്കുക, വാർഡുകളിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം അതിനൊരു നേതൃത്വം കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കേണ്ട ചില രേഖകളും കാര്യങ്ങളൊക്കെ അറിയാത്ത നമ്മുടെ സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിൽ നിന്ന് ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ പോകുന്നു. ടീച്ചർ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാറിന്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു കോഴ്സ് മറ്റേ ടീച്ചർ AU ആയിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ചിറ്റൂര് ഒരു സ്കൂളിലെ ഒരു HM അവരുടെ മിസ്റ്റർ ഇതേമാതിരി കോഴ്സ് പഠിച്ച് പാസ്സായിട്ടുണ്ട്.
അപ്പം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വരും തലമുറയ്ക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ അതിനെ ഒരു കൂടുതൽ കുട്ടികളുമായിട്ട് മിങ്കിളിങ്ങിന് പറ്റും. അതുകൊണ്ട് എനിക്ക് ആ കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു LLB പോലുള്ള അങ്ങനത്തെ നിയമം എടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞപ്പോൾ ശരി അതെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം അതെടുക്കാമെന്ന് ഞങ്ങൾ LLB എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ചാൻസ് കിട്ടിയത് ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സിനാണ്, മൈൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് പഴയ തലമുറ പോലെയല്ല ഇപ്പോഴത്തെ തലമുറകൾ. അവർക്ക് ഇപ്പം ലോകം ഉള്ളാൻ കയ്യിലാണ് മൊബൈലിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ മാതിരി വായനാശീലം കുറവാണ്. ആ വായനാശീലം ഉണ്ടെങ്കിൽ മാത്രമേ അത് മെമ്മറി നിൽക്കുള്ളൂ, കുട്ടികൾക്ക് അത് പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ കഴിയുള്ളൂ. ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം എൻജിനീയറിംഗ് ആണെങ്കിലും മറ്റ് മെഡിസിൻ മേഖലയിലാണെങ്കിലും ഏത് ജോലിക്ക് ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു നമ്മൾ പഠിക്കുന്നത് മനസ്സിൽ നിൽക്കണമെങ്കിലും പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിച്ചാൽ മാത്രമേ അത് നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ ആ കൗൺസിലിംഗ് കോഴ്സ് ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേർന്നോളം പറഞ്ഞു. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ അത് കുറേ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഓൺലൈനിലാകുമ്പോൾ എപ്പോഴും ചിലപ്പോൾ 8 മണിക്കേ തുടങ്ങുള്ളൂ രാത്രി. അത് 9-10 മണി വരെയൊക്കെ ആകാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ കോഴ്സ് ഇവരുടെ ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ രാത്രിയുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെ അതും നമ്മൾ പിന്നെ ഇവർക്ക് വേണ്ട മെറ്റീരിയൽ കാര്യങ്ങൾ, പിന്നെ അത് വരുത്താനുള്ള സംഗതികൾ കാര്യങ്ങൾ, പിന്നെ ഇവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ചുമതലകൾ നമ്മളെ ഈ തിരക്കിനിടയിൽ കൂടെ അത് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ടീച്ചറുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം സാറിന് ഇപ്പൊ അഭിമാനം ഉണ്ടാവും അല്ലെ, പിന്നെ റാങ്ക് കിട്ടിയത്. അത് കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് തന്നെ. പിന്നെ ടീച്ചർക്ക് എന്തൊക്കെയാ ഹോബി എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കഥ എഴുതും, കവിത എഴുതും, പിന്നെ വേറെ എന്തൊക്കെ? അത്യാവശ്യം നല്ലൊരു ഹോബി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ പാഷനിങ് ഗാർഡനിങ് തന്നെയാണ്. ഗാർഡനിങ് എനിക്ക് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ചെറിയ പ്രായം തൊട്ട് തുടങ്ങിയതാണ് എല്ലാ തരത്തിലുള്ള ചെടികളെ പ്രണയിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഏത് ചെടിയെന്നൊന്നുമില്ല, അവിടെ ഒരു കവിഹൃദയം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ പൂക്കളെയും ഇഷ്ടപ്പെടുക. പൂക്കളില്ലാത്ത ഇലച്ചെടികളെയും, അതായത് ഇതുണ്ടല്ലോ നമ്മുടെ ഇലച്ചെടികൾ പലതരത്തിലുള്ളത്, വെജിറ്റേറ്റീവ് ഇതുണ്ടല്ലോ, അതിനെയൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി. അപ്പോൾ വെറുതെ കാണുന്നതിന് പകരം നമ്മൾ തന്നെ അതിനെ നട്ട് വളർത്തി അതിലൊരു പൂവുണ്ടാവുന്നത് കാണുമ്പോഴുള്ള ഒരു ഭംഗിയും അതിൻ്റെ ഒരു മനസ്സുഖവും വേറെ തന്നെയാണ്. പിന്നെ അതുപോലെ പച്ചക്കറി കൃഷി, ഞാനിവിടെ കോളിഫ്ലവർ വരെ കൃഷി ചെയ്തിട്ട് കോളിഫ്ലവർ ഉണ്ടാക്കിയ ചരിത്രമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ തെങ്ങ് T*Dയും D*Tയും ഇതെല്ലാം പറമ്പിലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഇളനീര് ഇട്ട് കുടിക്കുമ്പോഴൊരു സുഖം, ഇപ്പം നിങ്ങൾക്ക് തന്നതും ആ ഇളനീരാണ്, അതിൻ്റെ ഒരു സുഖം വേറെയാണ്. പിന്നെ മായും മാംഗോ ഫ്രൂട്ടിയൊക്കെ കഴിക്കുന്നേക്കാളും നല്ലത്. അപ്പം നമുക്ക് ക്ഷീണം തോന്നുമ്പോഴൊക്കെ ഇതിട്ട് കഴിക്കാം. പിന്നെ തേങ്ങ ഉണ്ടാവുന്നുണ്ട്, നന്നായി കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഹോബിയുടെ ഭാഗമായിട്ടാണ് ചെയ്തതെങ്കിലും ഇപ്പം അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സമാധാനം. അതായത് തെങ്ങിൽ തേങ്ങ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണല്ലോ. തെങ്ങിൻ തയ്യ് നട്ട് അതിൽ നിന്ന് വലുതായി വന്ന് ഓരോ പട്ട വരുമ്പോഴും നമുക്കൊരു ആനന്ദമാണ് അത് കാണുമ്പോൾ. അപ്പോൾ കാരണവന്മാർ വെച്ചത് കഴിക്കുന്നതിനേക്കാളും നമ്മൾ വെച്ചത് കണ്ട് അതിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സുഖം. മാവിൻ തയ്യ് മാങ്ങ തന്നു, അങ്ങനെ എല്ലാ തരത്തിലും. പിന്നെ സപ്പോട്ട, ഇതൊക്കെ ഞാൻ വെച്ചതാണ്. സപ്പോട്ട, നമ്മുടെ ചാമ്പയ്ക്ക, മലേഷ്യൻ ചാമ്പ, അതൊക്കെ നല്ല ആപ്പിള് പോലെ വലിപ്പമുള്ള ചാമ്പയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാവുന്നതും പുഷ്പങ്ങൾ ഉണ്ടാവുന്നതുമായ ചെടികളെ കൂടുതൽ പ്രണയിക്കുക. പിന്നെ കാണാൻ ഭംഗിയുള്ള ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ളതിനെയും പ്രണയിക്കും. പിന്നെ പാചകം എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാഷനാണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ മോള് അത്യാവശ്യം നോണിൻ്റെ ആളാണ്. അവള് നോണില്ലാണ്ട് കഴിക്കില്ല. അപ്പോൾ അവളാണ് ഓരോ റെസിപ്പി പറഞ്ഞു തരിക, അത് പരീക്ഷിക്കും, അതിനനുസരിച്ച് ഉണ്ടാക്കും. പിന്നെ അത് ഇവർക്കൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. നല്ലതാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, വരുന്ന ഗസ്റ്റുകൾക്കും കൊടുക്കും. അപ്പം അങ്ങനെ ആഗോലി ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു എക്സ്പെർട്ടായി മാറി. ആരെങ്കിലും വരുന്നുണ്ടെന്ന് കണ്ടാന്ന് ഉച്ചയ്ക്ക് ആ ബിരിയാണി ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പലതരത്തിലുള്ള ചക്കക്കുരു പായസം അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ്. ചക്കയുള്ള കാലത്ത് ചക്കക്കുരു കൊണ്ട് വേസ്റ്റ് ആക്കണ്ടാറുണ്ട്, പായസം വയ്ക്കും. അപ്പം അങ്ങനെ എല്ലാ തരത്തിലുള്ള പായസത്തിൻ്റെ ഒരു എക്സ്പെർട്ടായിട്ട്
ഇപ്പൊ ഞാൻ പിന്നെ നമ്മുടെ സ്കൂളിലും തന്നെ കുട്ടികളെ ഓൺ ദി സ്പോട്ട് മത്സരത്തിലൊക്കെ പാചകത്തില് കൊണ്ടുപോയിട്ട് അവര് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മത്സരം ഉണ്ടാവും, എന്താണ് കുക്കിംഗ്, കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ തരത്തിലുള്ള മത്സരം ഉണ്ടാവുമ്പോൾ അതിൻ്റെയൊക്കെ ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ സബ് ജില്ലാ തലത്തിലൊക്കെ പാചക മത്സരത്തിനും ഒക്കെ മാർക്കിടാനൊക്കെ പോയിട്ടുണ്ട്. അതെ. പിന്നെ ടീച്ചർ എഴുതിയ കവിതേൻ്റെ 2 വരി പാടും. 2 വരി കവിത പാടാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, മൊബൈലിൽ നോക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മാസം തന്നെ 19-ാം തീയതി തന്നെയല്ലേ പോയത്? 19-ാം തീയതി ഇവിടെ പോയി, കോട്ടയം ജില്ലയിലെ അമ്പാട്ടുകടവ് ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോയി. അപ്പോൾ 100-ൽ കൂടുതൽ ഏക്കർ സ്ഥലത്ത് ആമ്പലുകൾ ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച പുലർച്ചെ പോയാൽ കാണുമെന്നാണ് പറഞ്ഞത് കേട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുലർച്ചെ വണ്ടി എടുത്തിട്ട് കാർ എടുത്തിട്ട് തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെള്ളക്കാരൻ തുഴഞ്ഞുകൊണ്ട് ഞങ്ങളെ ആ പാടം മുഴുവൻ കാണിച്ചു. അപ്പോൾ അവിടെ നമുക്കൊരു ജൈവ വൈവിധ്യമാണ് കാണാൻ പറ്റിയത്, ജീവലോകം. നല്ല ഇഷ്ടംപോലെ കൊക്കുകൾ, പിന്നെ വരിക്ക് ട്രാഫിക് ലൈൻ തെറ്റിക്കാതെ പോകുന്ന താറാവുകൾ, പിന്നെ ഇഷ്ടംപോലെ ഈ ആമ്പലുകൾ ഇങ്ങനെ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്ന പിങ്ക് സമുദ്രമായിരുന്നു ശരിക്കും പറയണമെങ്കിൽ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു വിദേശികളും വള്ളത്തിലുണ്ടായിരുന്നു. അവരും ഞങ്ങളും കുറേ പിന്നെ നമ്മൾ ഈ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് സൗഹൃദം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ വന്നപ്പോൾ വെറുതെ എനിക്ക് തോന്നി 1-2 ലൈന് എഴുതി വെക്കണം എന്ന് തോന്നി. അപ്പോൾ ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ 1-2 ലൈനും എഴുതി വെച്ചു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പാടല്ല, ഞാനൊന്ന് എഴുതി വെച്ചത് പറയാം. മഴയുടെ മണമുള്ള മണ്ണിൽ വിരിയുന്നു വെള്ളത്തളിരുകൾ, ജൂൺ കാറ്റിൻ്റെ താളത്തിൽ പിറക്കുന്ന ആമ്പലുകളുടെ മൃദുസ്വപ്നങ്ങൾ, കൊക്കുകൾ കിളിച്ചിരിയുന്നു, താറാവുകൾ പാടി നടന്ന് നീങ്ങുന്നു, വെള്ളത്തിൻ്റെ മൃദുസ്പർശം ചുംബിച്ച് ജീവൻ മുഴുവൻ ഉണരുന്ന പാടങ്ങൾ. അപ്പോൾ ഞങ്ങളോട് കടത്തുകാരനൊരു വാക്ക് പറഞ്ഞു, ഈ ആമ്പലുകളൊന്നും അധിക സമയം നിൽക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഇവയൊക്കെ ഉഴുതു മറിച്ച് നെൽപ്പാടമാക്കി മാറ്റും എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ 1-2 ലൈനും കൂടി കുറിച്ച് വെച്ചു. ആമ്പലുകൾ അടഞ്ഞു, പക്ഷേ മനസ്സിൽ ഒരുപാട് നിലനിന്നു, കാലം മാറിയാലും ചായം വിടാത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് മുഴുവനാക്കിയിട്ടില്ല, അപ്പോൾ പണിപ്പുരയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്, നല്ല കവിത. അപ്പോൾ ടീച്ചർ എല്ലാം ഒരു സകല കലാവല്ലഭ്യാണ് അല്ലേ? അപ്പൊ നമുക്ക് ആ തുടങ്ങി ടൈലറിംഗ് എന്ന് പറയുന്ന ഒരു ഹോബി കൂടി ഉണ്ട്. തീർച്ചയായിട്ടും പറയൂ. എല്ലാം തയ്ക്കുമോ? എല്ലാം തയ്ക്കില്ല, ചുരിദാർ, ബ്ലൗസ്, പിന്നെ കുട്ടികൾക്കുള്ള പാവാടകള്, പിന്നെ മിഡി, ഷിമ്മികൾ, കുട്ടികളിടുന്ന പെറ്റിക്കോട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ തയ്ക്കും. ഷർട്ട് തയ്ക്കില്ല, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ചുരിദാർ, ബ്ലൗസ്, പിന്നെ പെറ്റിക്കോട്ട്, അങ്ങനെയൊക്കെ ഉള്ളത് തയ്ക്കും. അപ്പോൾ നമുക്ക് തുടങ്ങി കൊടുത്തേക്ക് തന്നെ വരാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ടീച്ചർ ഇത്രയും കാലത്ത് പിന്നെ ഒരു സ്കൂൾ ജീവിതത്തിനിടയിൽ ടീച്ചർക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവം കുട്ടികളിൽ നിന്ന്, അത് ഏത് തരത്തിലാണെങ്കിലും ശരി, ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവമൊന്നും കുട്ടികൾ ഇതുവരെ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. എല്ലാ കുട്ടികളുമായിട്ടും രണ്ടും ആവാം, വേദനയുള്ളതും ആവാം, അല്ല സന്തോഷമുള്ളത്, ഏത് എങ്ങനെ? സന്തോഷമുള്ളത് ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് വരുന്ന സംഭവിച്ചു. കാരണം 2014-15 ബാച്ചിലെ ഒരു കുട്ടി എന്നെ വിളിച്ചു, റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പോൾ 5-6 തവണ വിളിച്ചപ്പോഴും കോണ്ടാക്റ്റിൽ ഫോൺ നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടി ടീച്ചറെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ടീച്ചർ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ആദിൽ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഫോൺ വിളിച്ചിരുന്നത്. അവൻ പറഞ്ഞു, ടീച്ചർ റിട്ടയർ ചെയ്തിട്ട് ഞങ്ങളുടെ ബാച്ച് ടീച്ചറെ ഒന്ന് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ടീച്ചർ റിട്ടയർ ചെയ്തത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. 1 വർഷമല്ലേ ആയിട്ടുള്ളൂ ഞാൻ റിട്ടയർ ചെയ്തിട്ട്, കുട്ടികൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ബാച്ചിലെ കുറച്ച് കുട്ടികൾ ടീച്ചറെ ഒന്ന് കാണാൻ വരുന്നുണ്ട് വീട്ടിലേക്ക് കയറണം. എപ്പോൾ വരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞു, നാളെ തന്നെ വരികയാണ് എന്ന് പറഞ്ഞു. നാളെ തന്നെ വരികയാണോ എങ്കിൽ അപ്പോൾ ടീച്ചർ എനിക്കൊരു കാര്യം ചെയ്യണം, ടീച്ചറുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തരണം എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു, എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവനൊരു ട്രോഫി ഉണ്ടാക്കി, ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു 5000 രൂപ വിലയുള്ളൊരു വാച്ചും ഒക്കെ ആയിട്ട് അവരൊരു 10-25 പേര് 11 മണിയായപ്പോഴേക്ക് വീടെത്തി. അത് എന്നെ സംബന്ധിച്ചൊരു വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. കയ്യിൽ വാച്ചൊക്കെ കെട്ടി തന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് മടങ്ങി അവർ വെള്ളമൊക്കെ കുടിച്ച് നല്ല സംതൃപ്തരായിട്ട് ഇവിടുന്ന് പോയി. പിന്നെ എൻ്റെ സെൻഡ് ഓഫിനും ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ വിളിച്ചാൽ
നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഓടിയെത്തുന്ന ഒരുപാട് ശിഷ്യ സമ്പത്താണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് നമ്മുടെ ശിഷ്യ സമ്പത്തിനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടൻ പഠിച്ച NSS അകത്തേത്തറ സ്കൂളിൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. ഒരു മോറൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സപ്പോർട്ടീവ് ക്ലാസ് കൊടുത്തു. അതിൽ കൗൺസിലിങ്ങും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അത് ഇഫക്റ്റീവായിരുന്നു എന്ന് അവിടുത്തെ ടീച്ചേഴ്സും പ്രധാന അധ്യാപകനൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ വകയും ഒരു ട്രോഫി കിട്ടി അത് എടുത്തതിന് ശേഷം. നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പരിചയമുള്ള സ്കൂളിലെ HM വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ക്ലാസ് എടുത്ത് കൊടുത്ത് കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ല വഴിക്കൊന്ന് നയിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാൻ മനസ്സിലുണ്ട്. പിന്നെ അപ്പോൾ ടീച്ചറുടെ 33 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ടീച്ചർ ആ ജോലിയിൽ കയറുന്ന സമയത്തുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ വിദ്യാർത്ഥികളും അതുപോലെ അവസാനം AU ആയിട്ട് റിട്ടയർഡ് ചെയ്യുന്ന ടൈമിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു അന്തരം എങ്ങനെയാണ് ടീച്ചർ വിലയിരുത്തുന്നത്? ഞാൻ AU ആയതിനു ശേഷം മലമ്പുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വീണ്ടും HM ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. തൊട്ടടുത്തായതുകൊണ്ട്, സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട്. അപ്പോൾ ഈ 33 വർഷത്തെ പിള്ളേരെ നമ്മൾ അന്തരം വെച്ച് നോക്കുമ്പോൾ വലിയ അന്തരം തന്നെയാണ്. കാരണം ആ കാലഘട്ടത്തിൽ 33 വർഷം മുമ്പേ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സൗകര്യക്കുറവായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഇത്. ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് സൗകര്യം വളരെ കുറവായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ സൗകര്യമാണ്. ആ സൗകര്യം അവർ പരമാവധി മുതലാക്കുക. പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ അന്നതൊക്കെ നമ്മളൊക്കെ കരഞ്ഞാലേ ഒരു സാധനം കിട്ടുമായിരുന്നുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു സാധനം, ഒരു പെൻസിൽ ചോദിച്ചാൽ ഒരു പാക്കറ്റ് പെൻസിലാണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് ചോദിച്ചാൽ ഒരു ബണ്ടിലോ ബുക്കാണ്. അപ്പോൾ ഇഷ്ടം പോലെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് ലക്ഷ്യബോധം കുറയുകയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് നമുക്ക് നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് വരണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ലക്ഷ്യമുണ്ട്, പക്ഷേ ലക്ഷ്യബോധം കുറച്ച് കുറവാണ്. മെനക്കെടാൻ വയ്യ. എളുപ്പം ഈസി ആയിരിക്കണം എല്ലാം. ഇപ്പൊ എല്ലാം നമുക്കറിയാം ഫാസ്റ്റ് യുഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഫാസ്റ്റ് യുഗത്തിലെല്ലാം ക്യാപ്സൂൾ രൂപത്തിൽ കിട്ടണം. മൊബൈലിന്റെ മറ്റൊരു വേർഷൻ എല്ലാം ക്യാപ്സൂൾ രൂപത്തിൽ വായിലങ്ങോട്ട് കൊടുത്താൽ ഞങ്ങൾ ഇറക്കും എന്നുള്ള രീതിയിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ല. വെറുതെ നമ്മൾ ടീച്ചേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം, ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം. ഇന്ന് വലിയ മീഡിയകളും എല്ലാം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഏത് രൂപത്തിലും അവർക്ക് നോളജ് കിട്ടും. അലക്സ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ടല്ലോ, ഗൂഗിള്, ഇതെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ള ചെറിയൊരു സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണമായിരുന്നു ഓരോന്നിനും ഉത്തരം കണ്ട്. ഇതിപ്പോ വിരൽ തുമ്പത്തുള്ളത് കൊണ്ട് എന്ത് കാര്യവും പെട്ടെന്ന് ഗൂഗിളിൽ കിട്ടും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരുടെ ഒരു നമ്മളൊക്കെ, അതായത് നമ്മുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നമ്മുടെ ആ ഒരു അത് ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് അത് കിട്ടണം, ഇത് രണ്ടും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതാണ് എല്ലാത്തിനും ഇപ്പൊ ഈസിനെസ് ആണല്ലോ. ഈ ഈസിനെസ് കുട്ടികൾക്ക് എന്താ പറയാ, അവരെ നശിപ്പിക്കാൻ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. എല്ലാത്തിനും ഈസിനെസ്. ഒരു ചെറിയ വഴക്ക് പോലും താങ്ങാൻ പറ്റാതെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കുട്ടി മരിക്കണ്ടായി, നമ്മുടെ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ചെറിയ കാര്യം പോലും താങ്ങാനാവാത്ത ചെറിയ കുട്ടികളാണ് നമ്മുടെ ഇന്നത്തെ യുഗത്തിൽ വളർന്നു വരുന്നത്. അപ്പോൾ എല്ലാത്തിനും അവർക്ക് എളുപ്പം കിട്ടി ഒരു പ്രയാസവും അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഇന്നത്തെ തലമുറയ്ക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർ പറയണതും അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിക്കുറവുണ്ട്. ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ. അന്നൊക്കെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അധ്യാപകന്റെ മുഖത്ത് നിന്ന് എന്താണോ കിട്ടുന്നത്, വായിൽ നിന്ന് എന്താണോ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് ആ ശ്രദ്ധ വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇതല്ലെങ്കിലും വേറെ രൂപത്തിൽ അവർക്ക് കിട്ടാനുണ്ട്. പിന്നെ വീട്ടിൽ ചെന്നാലും ഇഷ്ടം പോലെ സൗകര്യങ്ങൾ, നെറ്റ് എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് നോക്കാലോ, ഇനിയിപ്പോൾ അധ്യാപകൻ്റെ അടുത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ ഒരു ഈസിനെസ് കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് അവരെ ഒരു പരിധി വരെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതിനെ അറിയാതെ വഴിതെറ്റിക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ കുട്ടികൾക്ക് മയക്കുമരുന്നോ അതുപോലെയുള്ള മറ്റ് ഡ്രഗ്സോ അതൊന്നും എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതിൻ്റെയൊക്കെ പേരും എല്ലാം കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അത് അഡിക്റ്റ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഒന്ന് ചെയ്തു നോക്കും.
പിന്നെ അതിനനുസരിച്ചുള്ള ഏജൻസികളും വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെടുന്ന കുറേ ആളുകളും നമ്മുടെ ഇടയിലുണ്ടല്ലോ. നമ്മൾ ദിവസേന പേപ്പറിൽ കാണുന്നതാണ്. കുട്ടികളെ ഒരു ഇടനിലക്കാരാക്കിയിട്ട് പൈസ കൊയ്യുന്നത്. അതൊക്കെ നമ്മുടെ കുട്ടികളെ ഒരു പരിധി വരെ വഴി തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവർ ഡൈവേർട്ടായി പോകുന്നുണ്ട്. എളുപ്പം പണം ഉണ്ടാക്കാം, എളുപ്പം എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു മാർഗ്ഗമാണ് അവർ തേടുന്നത്. അല്ലാണ്ട് നല്ല ഡയറക്ഷനിലൂടെ പോയി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി ജോലി സമ്പാദിക്കണം എന്നുള്ളത് വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഇത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പോരായ്മയാണോ? വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മയിൽ ഒരു ചെറിയ ഭാഗം അത് ഇല്ലാതില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിനൊരു ഉത്തരം നേടാൻ ഇന്നത്തെ വിദ്യാഭ്യാസ നയത്തിന് അത്രയ്ക്കുള്ള ശേഷിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫിൻലാൻഡിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുന്നു, ഇഷ്ടപ്പെട്ട തൊഴിൽ അവർ നേടുന്നു എന്നുള്ളതാണ് ഫിൻലാൻഡിൻ്റെയൊക്കെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ അവർ ലേസിനെസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നീടാണ് അവർ ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഏതിലേക്ക് ഡൈവേർട്ട് ചെയ്യണം അതുവരെ ഒന്നും കൈത്തൊഴിൽ പോലും ഒരു കാര്യവും അറിയില്ല. വെറുതെ കുറേ ബുക്ക് വായിക്കുന്നു, എന്തൊക്കെ കുറേ പരീക്ഷ എഴുതുന്നു. അതെല്ലാം കഴിഞ്ഞ് +2 കഴിയുമ്പോഴാണല്ലോ ഓരോരോ തൊഴിലിൻ്റെ ഇതിലേക്ക് തിരിയുന്നത്. അപ്പോൾ അതുവരെ കുട്ടി പഠിച്ചത് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അവനോട് പോലും ചോദിച്ചാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം പറയാനോ അവന് അറിയാത്തൊരു അവസ്ഥയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ മൊത്തം ഒന്ന് പണിയേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് സ്വയം പര്യാപ്തത നേടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവണം. കുട്ടി പഠിച്ച് 15 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ തൊഴിലുകളുണ്ട് എന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു കാര്യമാണ്. ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ അതാ നമ്മുടെ മൊത്തം അടി താഴെ തട്ടുന്ന മാറി. അതായത് അവര് ചെറിയ ഒത്തിരി ടൈം കുട്ടികൾക്കൊരു പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ തൊഴിൽ പോലെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ITIയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെയുള്ളത് ചെറിയ ക്ലാസ്സിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടി അവിടെ എത്തുമ്പോഴേക്കും നല്ലൊരു പെർഫെക്റ്റ് ക്രാഫ്റ്റ്സ്മാനൊക്കെ ആവും. അതായത് അവരുടെ അടുക്കും ചിട്ടയും LKG തൊട്ട് പഠിപ്പിക്കണം, അവരെ എങ്ങനെ വേണം, എന്ത് വേണം, അങ്ങനെ ഒരു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പിന്നെ ഒരുപാട് അങ്ങനെ മാറ്റം അക്കാദമിക കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം കുറച്ചും കൂടിയും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുട്ടിയെ സ്വയം പര്യാപ്ത സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിലേക്ക് മോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇതും കൂടി അതിനുള്ളിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ പറ്റും. ഇതിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അക്കാദമിക കാര്യത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അക്കാദമിക ഇമ്പോർട്ടൻസ് കുറയ്ക്കുക, മറ്റ് കുട്ടികൾക്ക് സ്വയം നിലനിൽക്കാനുള്ള ശേഷി കൂട്ടുക, സ്വയം പര്യാപ്തത വേണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീച്ചർക്ക് എത്ര മക്കളാണ്? 2 മക്കളാണ്. മൂത്താള് ഡോക്ടറാണ്, ഐശ്വര്യ ജയസ്. അവള് BDS ആണ്. BDS കഴിഞ്ഞപ്പോൾ MDSന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മോളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് മോളുടെ കുറച്ചൊക്കെ ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അസൈൻമെന്റ് തയ്യാറാക്കുന്നതിലും നല്ല രീതിയിൽ എങ്ങനെ അസൈൻമെന്റ് തയ്യാറാക്കാം എന്നൊക്കെ അവളുടെ ഒരു ഗൈഡൻസ് എനിക്ക് അവള് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുട്ടികളുടെ സപ്പോർട്ടുണ്ട്, അച്ഛന്റെ സപ്പോർട്ടിന് പുറമെ. പിന്നെ മോൻ NSS അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech കഴിഞ്ഞു. അവൻ അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഇപ്പൊ ഫോണിൽ പാലക്കാട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. പിന്നെ കുട്ടികളുടെ ഒരു സമീപനത്തിനോട് എങ്ങനെയായിരുന്നു? കുട്ടികളുടെ സമീപനം, കുട്ടികൾ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടം പോലെ പഠിക്കാലോ, ഇനിയും പഠിച്ചോളൂ, അമ്മ ഡിഗ്രിക്കൊക്കെ റാങ്കൊക്കെ വാങ്ങിച്ച ഒരാളല്ലേ, ഇനിയും റാങ്ക് കിട്ടാലോ അമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അമ്മ അങ്ങനെ റാങ്ക് വാങ്ങി കൂട്ടിക്കോളൂ, ഞങ്ങള് സപ്പോർട്ടുണ്ട്, അച്ഛനും സപ്പോർട്ടുണ്ട്. അപ്പൊ ഇനിയും പഠിക്കണം എന്നൊക്കെ ഉണ്ട്, ഒരു PhD ഒക്കെ നേടണം എന്ന താല്പര്യമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. വിശ്രമിക്കാനുള്ളതല്ല വിശ്രമ ജീവിതം എന്നായിരുന്നു എന്റെ പേപ്പറിൽ കൊടുത്ത ഹെഡിങ്. അപ്പൊ അതുപോലെ നമുക്ക് വിശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വെറുതെ വന്നു ചേരും. അപ്പൊ ഈ അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണെന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ആക്കണ്ട, വിശ്രമിക്കണ്ട, കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോ ടീച്ചറുടെ അടുത്ത് ഇങ്ങനെ വല്ല കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ വരുന്നുണ്ടോ? ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ തന്നെയാണ്. അത് സമയമൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ കൗൺസിലിങ്ങിന് എപ്പോഴും നമുക്കൊരു സ്വകാര്യത വേണം. അപ്പൊ ആ സ്വകാര്യത കിട്ടത്തക്ക രൂപത്തിൽ ഇന്ന ടൈമില് വരണം. അവരെങ്ങനെ വരുന്നത്? ഈ ഫോൺ അഡിക്ഷൻ ഉള്ള കുട്ടികളാണോ അതോ വേറെ വല്ല മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളാണ് ഇപ്പൊ 1-2 കുട്ടികൾ ഇപ്പൊ വന്നു പോയത്, രക്ഷിതാക്കൾ കൊണ്ടുവന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഈ ലേഡീസ്, അതായത് ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്കാണ് കുറച്ചുകൂടി പ്രയാസങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നത്. മിക്സഡാണ് എപ്പോഴും നല്ലത്. അപ്പൊ അതുകൊണ്ട് അവർ കുറെ വഴിതെറ്റുന്ന ഒരു രീതി രക്ഷിതാക്കൾക്ക് തോന്നുമ്പോൾ അവരെങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്
വന്നു. 1-2 കുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരട്ടെ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ടും പിന്നെ പ്രധാനമായിട്ടുള്ളത് ടൂറൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് ഡേറ്റൊക്കെ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുന്നുള്ളൂ. വിദേശത്തൊക്കെ ടൂർ പോയിട്ടുണ്ട്. ദുബായ്, തായ്ലൻഡൊക്കെ പോയി. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇനി ലക്ഷദ്വീപിൽ യാത്രയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സിംഗപ്പൂർ ഏപ്രിലിൽ. അപ്പം അങ്ങനെ യാത്രകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം യാത്രയ്ക്ക് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ആളാണ്, പങ്കാളിയാണ് ഉള്ളത്. യാത്രകൾ എന്നും ഓരോ പുതിയ അനുഭവങ്ങളാണല്ലോ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും നല്ലത് മാത്രം ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വളർന്നു വരുന്ന തലമുറയ്ക്കും ടീച്ചറെ കൊണ്ട് കഴിയട്ടെ എന്ന് ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 2 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് 1ാം റാങ്ക് നഷ്ടപ്പെട്ടത്. 300-ൽ 298 മാർക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നേട്ടം തന്നെയായിട്ട് ഞാൻ കാണുന്നു. കാരണം 1ാം റാങ്കും 3ാം റാങ്കും കിട്ടിയത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കാണ്. അപ്പോൾ ആ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു റിട്ടയർഡ് അധ്യാപിക 2ാം റാങ്ക് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിനിത്തിരി ഒരു പൊലിമയുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടയർഡ് HM ഫോറം തുടരും എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അവരിപ്പോൾ മിനിഞ്ഞാന്ന് ടോപ്പിൻ ടൗണിൽ വെച്ചിട്ട് ആദരിച്ചു. നല്ല ട്രോഫിയും പൊന്നാടയൊക്കെ തന്ന് എന്നെ ആദരിച്ചു. പിന്നെ പല സ്ഥലത്തുനിന്നും ആദരവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ നേട്ടമായിട്ടും ഒരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടും കാണുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ടീച്ചറുടെ ഓരോ ചുവടുവെപ്പും ഒരു നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല, അവർക്ക് കൂടുതൽ നല്ലതിലേക്ക് പോകാനുള്ള എല്ലാവിധ ടീച്ചർക്ക് കഴിയട്ടെ. എല്ലാവിധ നല്ല ആശംസകളും ടീച്ചർക്കും സാറിനും ഒരുപാട് നന്ദി. ഓക്കെ ഓക്കെ, താങ്ക് യു. നേതൃത്വത്തിൽ നൽകിയ ഈ വമ്പിച്ച സ്വീകരണം തന്നെ എന്ന് പറയട്ടെ. വമ്പിച്ച ആദരവിനും അംഗീകാരത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.